ഹലോ ഫ്രണ്ട്സ്, പത്രമാറ്റിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നന്ദു ഓഫീസിൽ ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴേക്കും ആ സമയത്ത് ഇങ്ങനെ എസ് ഇങ്ങനെ വന്നിട്ട് പറയുന്നുണ്ട്, CI സാർ വിളിക്കുന്നുണ്ട് എന്ന്. നേരത്തേക്ക് അത് കേൾക്കുന്ന നന്ദുവിന് ദേഷ്യം വരുന്നുണ്ട്. അയാൾ എന്തിനാ ഇടയ്ക്കിടയ്ക്ക് എന്നെ ഇങ്ങനെ വിളിക്കുന്നത് എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും അങ്ങേര് പറയുന്നുണ്ട്, എന്തിനാണെന്ന് അറിയത്തില്ല, അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു എന്നിങ്ങനെ പറയും കേട്ടോ. നേരെ ഇങ്ങനെ ദേഷ്യം വരുവാണ് കേട്ടോ നന്ദുവിന്. നേരെ അയാൾ ഇങ്ങനെ പറയുന്നുണ്ട്, ഞാൻ മേഡത്തിനോട് ഒരു കാര്യം പറയാം, ആ മൂർത്തി ജ്വല്ലറിലെ പയ്യനില്ലേ, അയാളോട് ഇനി ഇങ്ങോട്ട് വരരുത് എന്നൊന്നും പറയണം. അന്നേരം നന്ദു പറയുന്നുണ്ട്, ഞാൻ വരരുതെന്ന് പറഞ്ഞാൽ അവൻ വരും. അന്നേരം അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ CI സാർ വെറുതെ ഇരിക്കില്ല, അത് വലിയ പ്രശ്നമാണെന്ന് ഇങ്ങനെ പറയുമ്പോഴേക്കും അയാൾ എന്തിനാ എൻ്റെ പേഴ്സണൽ കാര്യത്തിൽ ഇങ്ങനെ വന്ന് ഇടപെടുന്നത് എന്നിങ്ങനെ നന്ദു ചോദിക്കും. അന്നേരം അതെന്താണെന്ന് എനിക്കറിയത്തില്ല, ഏതായാലും മേഡത്തിനോട് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു, അത് ഞാൻ വന്ന് പറഞ്ഞു എന്ന് അത്രേ ഉള്ളൂ എന്നിങ്ങനെ പറഞ്ഞിട്ട് അയാൾ അങ്ങോട്ട് പോകും കേട്ടോ. നന്ദുവിന് ദേഷ്യം വരുന്നുണ്ട്, എന്ത് ചെയ്യാൻ പറ്റും. പിന്നെ നന്ദു എഴുന്നേറ്റ് ഇങ്ങനെ ചെല്ലും, വേറെ നിവൃത്തിയില്ലല്ലോ. അങ്ങോട്ട് ചെന്ന് സല്യൂട്ടൊക്കെ ചെയ്യുന്നത് അങ്ങനെ പറയുവാണ്. അങ്ങനെ എപ്പോഴും സല്യൂട്ടൊന്നും ചെയ്യേണ്ട നന്ദു, അത് സാരമില്ല സാർ, നമ്മളിപ്പോൾ ഡ്യൂട്ടിയിലാണല്ലോ എന്നിങ്ങനെ പറയും. എന്നാൽ നന്ദു ഇരിക്കുന്നിങ്ങനെ പറയും. ഇരുന്ന് കഴിയുമ്പോഴേക്കും ഇങ്ങനെ എഴുന്നേക്കും, എന്നിട്ട് ചെരിഞ്ഞിങ്ങനെ നിന്നിട്ട് ഇങ്ങനെ ചോദിക്കുകയാണ്, നിന്നെ ഈ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ എന്തെങ്കിലും തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കും. അന്നേരം മിണ്ടാതിരിക്കുകയാണ് നന്ദു. അന്നേരം പറയണ്ട, മനസ്സിൽ കണ്ടാൽ മതി, അതെന്താണെന്ന് മനസ്സിൽ ഇങ്ങനെ തോന്നിയത് എന്നൊക്കെ ഇങ്ങനെ എനിക്കറിയാൻ ഇങ്ങനെ പറയും. എന്നിട്ട് നന്ദുവിനോട് ഇങ്ങനെ പറയുന്നുണ്ട്, നമുക്ക് ഇങ്ങനെ പ്രേമിച്ച് നടക്കേണ്ട കാര്യമൊന്നുമില്ല, മനസ്സിലൊരു കാര്യം ഇങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ അത് നേരെ ഇങ്ങനെ കാരണന്മാരുടെ അടുത്ത് വന്ന് ഇങ്ങനെ പറയുക, അതാണ് എൻ്റെ രീതി. അങ്ങനെ ഞാൻ നന്ദുവിൻ്റെ വീട്ടിൽ വന്ന് പറഞ്ഞു, അവർക്ക് ഭയങ്കര ഇഷ്ടമായാണ് തോന്നുന്നത്, ഞാൻ അങ്ങനെ ഒരു കാര്യം പറഞ്ഞത് അവരിങ്ങനെ ഒരുപാട് സന്തോഷിച്ചു എന്ന് എനിക്ക് തോന്നി. പിന്നെ എൻ്റെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് ഞാനാണ്, എനിക്കൊരു പെൺകുട്ടി ഇഷ്ടമാണ് എന്നിങ്ങനെ ഞാൻ എൻ്റെ വീട്ടിൽ വന്നു ചെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ വന്ന് ആ വിവാഹം ഇങ്ങനെ നടത്തി തരും, അത്രേ ഉള്ളൂ എന്നിങ്ങനെ പറയും കേട്ടോ. അതായത് നന്ദു ചോദിക്കുന്നുണ്ട്, അങ്ങനെ ഒരു ആലോചനയായിട്ട് പോകുന്നതിന് മുമ്പ് സാറിന് എന്നോടൊന്ന് ചോദിക്കാൻ മേലായിരുന്നോ എന്ന്. അന്നേരത്തേക്ക് അങ്ങനെ ചോദിക്കുമ്പോഴേക്കും അതിൻ്റെ ആവശ്യം എന്താ, നമ്മൾ കാരണവന്മാരായിട്ട് ഡീൽ ചെയ്യും, അവർക്ക് സമ്മതമാണ്, പിന്നെ പ്രശ്നമൊന്നുമില്ല എന്നാണ് പറയുന്നത്. എന്നിട്ട് പറയുന്നുണ്ട്, ഞാൻ ഒരുപാട് പ്രേമങ്ങൾ എന്നെ ഒരുപാട് പ്രേമിക്കുന്നുണ്ടായിരുന്നു, അങ്ങനെ പ്രേമിച്ചവരിൽ നിന്ന് ആരെ സെലക്ട് ചെയ്യണമെന്ന് ഇങ്ങനെ കൺഫ്യൂഷനിലായിരുന്നു ഞാൻ ഇവിടെ ഇങ്ങനെ വന്നെത്തിയത്. അവസാനം ഞാൻ എനിക്കിഷ്ടപ്പെട്ട ഒരു പെൺകുട്ടിയെ കണ്ടെത്തി. കഴിഞ്ഞ ദിവസം ഇവിടെ എൻ്റെ ഒരു അങ്കിൾ വന്നില്ലേ, ആ അങ്കിളിൻ്റെ മോൾ എപ്പോഴും എപ്പോഴും എന്നെ വേണമെന്ന് പറഞ്ഞിങ്ങനെ ഇരിപ്പാണ്, എല്ലാം വേസ്റ്റാണ്. പക്ഷേ നന്ദുവിനെ പോലെ കഴിവുള്ള ഒരാളെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല, അതുകൊണ്ട് എനിക്ക് നന്ദുവിനെ ഇഷ്ടം തോന്നിയത് എന്നൊക്കെ ഇങ്ങനെ പറയുവാണ് കേട്ടോ. അപ്പോൾ നന്ദു പറയുന്നുണ്ട്, എനിക്കൊരു വിവാഹത്തിന് ഇപ്പോൾ താല്പര്യമില്ല എന്ന്. അന്നേരത്തേക്ക് അങ്ങനെ പറയും, വിവാഹത്തിന് താല്പര്യമില്ല എങ്കിൽ വേണ്ട, കുറച്ച് കഴിഞ്ഞ് മതി, പക്ഷേ നമുക്കിങ്ങനെ നിശ്ചയിച്ച് വെച്ചാലോ, അന്നേരം ശല്യങ്ങളൊക്കെ ഇങ്ങനെ പോയി കിട്ടുമെന്നിങ്ങനെ പറയും കേട്ടോ. അന്നേരം നന്ദു പറയുന്നുണ്ട്, അതിന് എന്നെ ആരും ശല്യം ചെയ്യുന്നില്ല എന്ന്. അന്നേരം അങ്ങനെ ഇങ്ങനെ പറയുന്നുണ്ട്, അനിയുടെ കാര്യം ഇങ്ങനെ എടുത്തിരും കേട്ടോ. അന്നേരത്തേക്ക് പറയുകയാണ്, അത് മൂർത്തി ജ്വല്ലറിലെ പയ്യനുണ്ടല്ലോ, അവൻ്റെ പേരെന്താണെന്ന് ചോദിക്കും. അന്നേരം അനി എന്നാണ് ഇങ്ങനെ പറയുമ്പോഴേക്കും അവന് അനിരുദ്ധനെന്നല്ല, അനിരുദ്ധനാണ്, അവൻ ഇതിൻ്റെ അകത്തോട്ട് ഇങ്ങനെ കയറ്റിയേക്കല്ല, അവനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇങ്ങോട്ട് വരരുതെന്ന്, ഇനി വന്നിട്ടുണ്ടെങ്കിൽ അവൻ അകത്ത് കിടക്കുന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അന്നേരം നന്ദു പറയുന്നുണ്ട്, അവനങ്ങനെ ആരുടെയും പുറകെ അങ്ങനെ വായി നോക്കി നടക്കുന്നൊരു കാര്യം ഒന്നുമില്ല, നന്ദുവിനെ പറഞ്ഞ് മനസ്സിലാകത്തില്ല, അവൻ്റെ സ്വഭാവം തന്നെയാണ്, എനിക്ക് അവനെ കണ്ടപ്പോഴേ മനസ്സിലായി എന്നിങ്ങനെ പറയും കേട്ടോ. എന്നിട്ട് നന്ദുവിനോട് ഈ രീതിയിലൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നത് നന്ദുവിന് തീരെ ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. എന്നിട്ട് നന്ദു എഴുന്നേറ്റ് ഇങ്ങനെ പോകാനായിട്ട് തുടങ്ങുമ്പോഴേക്കും ചോദിക്കുന്നുണ്ട്, നമുക്ക് റെസ്റ്റോറൻറ്റിൽ പോകണോ, പാർക്കിൽ പോകണോ, എവിടെയാണ് പോകേണ്ടത് എന്ന്. നേരത്തേക്ക് നന്ദു പറയും, നമ്മൾ ഈ നാട്ടിലെ CI അതുപോലെ തന്നെ SI ഇങ്ങനെ പ്രേമിച്ച് നടക്കേണ്ട കാര്യം എന്നിങ്ങനെ പറയുമ്പോഴേക്കും എങ്കിൽ നമുക്ക് റെസ്റ്റോറൻറ്റിൽ പോകാം, അവിടെ ആകുമ്പോൾ ആരുമില്ലല്ലോ, നമുക്ക് തന്നെ ഇരുന്നിങ്ങനെ സംസാരിക്കാൻ പറയുമ്പോഴേക്കും അതിൻ്റെ ആവശ്യമില്ല സാർ എന്നൊക്കെ ഇങ്ങനെ ഞാൻ പറയുന്നുണ്ട് കേട്ടോ. പിന്നെ കാണിക്കുന്നത് ഇങ്ങനെ പോലീസ് സ്റ്റേഷനിലേക്ക് ഇങ്ങനെ അനി ചെല്ലുന്നതായിട്ടാണ്. അനിയനെ പുറത്തേക്ക് ഇങ്ങനെ ഇറങ്ങി വരുന്ന CI ഇങ്ങനെ കാണും. അങ്ങേർക്ക് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. അന്നേരം അങ്ങനെ എന്നോട് ചോദിക്കുന്നുണ്ട്, നീ ഇങ്ങോട്ട് എന്തെങ്കിലും കംപ്ലയിൻറ്റ് തരാൻ വേണ്ടി വന്നതാണോ എന്ന്. അന്നേരം ഞാൻ കംപ്ലയിൻറ്റ് തരാൻ വേണ്ടി ഒന്നുമല്ല വന്നത്, എനിക്ക് SI ഒന്ന് കാണണമെന്ന് പറയുമ്പോഴേക്കും, നീ എന്തിനാണ് നന്ദുവിനെ കാണുന്നത്, അതിൻ്റെ ആവശ്യമില്ല, നിന്നോട് ആവശ്യമില്ല, അതിങ്ങോട്ട് വരരുതെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ, പിന്നെ എന്തിനാ ഇങ്ങനെ വരുന്നതെന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും അനി പറയുന്നുണ്ട്, ഞാൻ വെറുതെ വന്നതല്ല, ഞങ്ങളൊരു കുടുംബ പ്രശ്നം പറയാനാണ് എന്ന് പറയുമ്പോഴേക്കും, കാര്യമൊക്കെ ഇതിന് പുറത്ത്, ഇതിനകത്ത് നിൻ്റെ കുടുംബക്കാരെ ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല എന്നിങ്ങനെ പറയും. അന്നേരം അനി ഇത്തിരി ദേഷ്യത്തോട് പറയുകയാണ്, സാറേ, പോലീസ് സ്റ്റേഷനിൽ പൊതുജനങ്ങൾക്ക് വരാൻ വേണ്ടി പാടില്ല എന്ന നിയമമൊന്നുമില്ല, ഞങ്ങൾക്കും കുറച്ച് നിയമമൊക്കെ അറിയാം. അന്നേരം അങ്ങനെ ഇങ്ങനെ ചോദിക്കും, നിനക്ക് എന്ത് നിയമമാണ് അറിയാവുന്നത്, ഇങ്ങനെ ഒരുത്തൻ ഇങ്ങനെ നാട്ടിൽ ഇങ്ങനെ പെൺപിള്ളേരെ ശല്യം ചെയ്ത് നടക്കുന്നത് അനുവദിച്ച് തരത്തില്ല, അതും ഈ സ്റ്റേഷനിൽ കയറി ഇങ്ങനെ SI പോലീസ് ശല്യം ചെയ്യുക എന്ന് പറയുമ്പോൾ ഞാൻ അത് ഒരിക്കലും അംഗീകരിച്ച് തരത്തില്ല, എനിക്കത് നീ അതിന് നിനക്ക് തോന്നുന്നുണ്ടോ എന്നൊക്കെ എന്നെ ചോദിക്കുമ്പോഴേക്കും, ഞാനിവിടെ SI കാണാനായിട്ട് വന്നത്, അല്ലാതെ വേറെ ഒന്നിനുമല്ല, അതുകൊണ്ട് സാർ ഇത് മനസ്സിലാക്കിയിട്ട് പറയുമ്പോൾ നിന്നെപ്പോലുള്ള ഞരമ്പ് രോഗികളെ നിനക്ക് നിലയ്ക്ക് നിർത്താനായിട്ട് എനിക്കറിയാമെന്ന് പറയുമ്പോഴേക്കും അത് കേൾക്കുമ്പോൾ ഇത്തിരി ദേഷ്യം വരുവാണ് കേട്ടോ എനിക്ക്. അപ്പോൾ അന്നേരം ഇങ്ങനെ പറയുന്നുണ്ട്, നന്ദു അങ്ങോട്ടേക്ക് ഓടി വരും ഇത് കേൾക്കുമ്പോഴേ. അന്നേരത്തേക്ക് അതിന് തിരിച്ചിങ്ങനെ പറയുകയാണ്, ഒരു ഞരമ്പ് രോഗിക്കാണ് വേറൊരു ഞരമ്പ് രോഗി ഇങ്ങനെ കാണുമ്പോഴേക്കും മനസ്സിലാകുന്നതെന്ന് പറയാം. അയാൾക്കത് കേൾക്കുമ്പോഴേ ദേഷ്യം വരും. അനിയുടെ കരണത്തിട്ട് ഒരെണ്ണം കൊടുക്കുവാണ് കേട്ടോ. എന്നിട്ട് നീ ഇവിടെ കയറി വന്ന് ഷോ കാണിക്കുന്നു എന്നിങ്ങനെ ചോദിക്കും. അപ്പോൾ നന്ദു ഓടി വന്നിട്ട് ഇങ്ങനെ, എന്താ സാറേ എന്നിങ്ങനെ ചോദിക്കും. അന്നേരം അവൻ എന്നെ ഞരമ്പ് രോഗി എന്ന് വിളിച്ചു എന്ന് പറയുമ്പോഴേക്കും അനി പറയുന്നുണ്ട്, സാറാണ് ആദ്യം എന്നെ അങ്ങനെ വിളിച്ചത് എന്ന്. അന്നേരത്തേക്ക് അങ്ങനെ പറയുന്നുണ്ട്,
ഇവനിങ്ങനെ കയറി വന്ന് ഇങ്ങനെ ഷോ വെക്കേണ്ട കാര്യം എന്താ, അതുകൊണ്ട് മര്യാദയ്ക്ക് ഇവിടെ നിന്ന് പോയിക്കോണം, അല്ലെങ്കിൽ നിന്നെ എടുത്ത് ഞാൻ അകത്തിടുക എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കുറച്ച് നേരം ഇങ്ങനെ നന്ദൂര് മൂത്തോട്ടൊക്കെ ഇങ്ങനെ ദേഷ്യപ്പെടും. അങ്ങനെ സങ്കടവും ദേഷ്യവും ഒക്കെ വരുന്നുണ്ട് കേട്ടോ. നോക്കുവാണ് അപ്പോഴത്തേക്ക് അനി ഇങ്ങനെ നീ ആരുടെ മൂത്താണ് ഇങ്ങനെ നോക്കുന്നത്, നിന്നോട് പോകാനല്ലേ പറഞ്ഞത് എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും അങ്ങനെ അവിടുന്ന് ദേഷ്യപ്പെട്ട് ഇങ്ങനെ അനി അങ്ങ് ഇറങ്ങി പോവാണ് കേട്ടോ. അന്നേരത്തേക്ക് അനി ഇങ്ങനെ അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങി കഴിയുമ്പോഴേക്കും നന്ദു അയാളോട് പറയുന്നുണ്ട് അങ്ങനെ കാരണത്തെ അടിക്കാനായിട്ട് പാകത്തിനായി തെറ്റൊന്നും അവൻ ചെയ്തിട്ടില്ലായിരുന്നല്ലോ. അന്നേരം അങ്ങനെ പറയുന്നുണ്ട് അത് നന്ദുവിന് മനസ്സിലാകാഞ്ഞിട്ടാണ്. നന്ദുവിനെ പോലെ ഒരു SI ഇതിനൊക്കെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നത് എനിക്ക് ഇഷ്ടപ്പെടാത്തത്. ഏതായാലും ഞാനിവിടെ ഇരിക്കുമ്പോൾ അവൻ്റെ ഈ കളിയൊന്നും ഇവിടെ നടക്കത്തില്ല, പോലീസ് സ്റ്റേഷൻ അവൻ്റെ അപ്പൂപ്പൻ്റെ വകയൊന്നും അല്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അങ്ങനെ അങ്ങോട്ട് അകത്തോട്ട് കയറി പോവാണ്. പോയി കഴിയുമ്പോഴേക്കും നന്ദുവിന് ദേഷ്യം വരും കേട്ടോ. നന്ദു ഇങ്ങനെ ദേഷ്യത്തോടെ ഇങ്ങനെ നിൽക്കുക. അന്നേരത്തേക്ക് ആ ASI വന്ന് പറയുന്നുണ്ട് സാറിന് SI സാറിന് ഓട് പ്രണയമാണ് എന്ന് തോന്നുന്നത് എന്നിങ്ങനെ പറയുമ്പോഴേക്കും അന്നേരം നന്ദു പറയുന്നുണ്ട് അത് വെറും തോന്നൽ മാത്രമാണ്, അല്ലാതെ അങ്ങേര് അവിടെ വന്ന് ഇങ്ങനെ വിവാഹം ആലോചിച്ചു എന്ന് പറയുമ്പോഴേക്കും അങ്ങനെയൊക്കെ നടന്നു എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും അങ്ങേര് വായും തുറന്നിങ്ങനെ നിൽക്കുവാണ് കേട്ടോ. അന്നേരത്തേക്ക് അങ്ങനെയൊക്കെ ഇങ്ങനെ ആലോചിച്ചു, പക്ഷേ അതൊന്നും നടക്കാനായിട്ട് പോകുന്നില്ല എന്ന് പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ട് നന്ദു അകത്തോട്ട് അങ്ങ് പോകുന്നു. നന്ദു അകത്ത് പോയി കഴിയുമ്പോഴേക്കും ആകെ വിഷമാണ് കേട്ടോ നന്ദുവിന്. നന്ദു ഇങ്ങനെ മനസ്സിൽ ഓർക്കുവാണ് അനിയുടെ മുഖത്ത് ഇങ്ങനെ കരണത്ത് കൈ വെക്കേണ്ട കാര്യം അങ്ങേർക്കില്ലായിരുന്നല്ലോ. ആ സ്ഥാനത്ത് വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ അവൻ്റെ ദേഹത്ത് കൈ വെച്ച് അവൻ്റെ കൈ ഞാൻ തല്ലി ഓടിച്ചാണ്. ഇതിപ്പോൾ എനിക്ക് ഇവിടെ പ്രതികരിക്കാൻ പോലും പറ്റാത്ത ഒരു അവസ്ഥയിലായല്ലോ എന്നൊക്കെ ഇങ്ങനെ ഓർത്തിങ്ങനെ വിഷമിച്ച് നിൽക്കുവാണ് കേട്ടോ നന്ദു. അപ്പോൾ ഈ സമയം അനി ഇങ്ങനെ സങ്കടപ്പെട്ട് ഇങ്ങനെ ആ അമ്പലത്തിൽ ഇങ്ങനെ ഫ്രണ്ടിൽ തന്നെ ഇങ്ങനെ പോയിരിപ്പുണ്ട്. അന്നേരം കുറേ കഴിയുമ്പോഴേക്കും നന്ദു ഇങ്ങനെ അനിയെ വിളിക്കും. എന്നിട്ട് വിളിച്ച് കഴിയുമ്പോഴേക്കും ഫോൺ എടുക്കുന്ന ദേഷ്യപ്പെട്ട് അനി ഇങ്ങനെ പറയാണ് നിനക്കിപ്പോൾ സമാധാനമായല്ലോ, ഞാൻ അങ്ങോട്ട് വരാതിരിക്കാൻ വേണ്ടിയല്ലേ നീ അയാളെ തിളപ്പിച്ച് ഇങ്ങനെ ഇത്രയൊക്കെ ചെയ്യിപ്പിച്ചത് എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും അനി ഞാൻ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല എന്നിങ്ങനെ പറയും. അന്നേരം എനിക്ക് മനസ്സിലായി നിനക്ക് വിവാഹാലോചന വന്നതും എല്ലാം എനിക്കറിയാം. ഇനിയിപ്പോൾ അയാൾ എൻ്റെ മുഖത്തടിച്ച് ഈ പാടുമായിട്ട് ഞാൻ എങ്ങനെയാണ് എൻ്റെ വീട്ടിലോട്ട് കയറി ചെല്ലുന്നത്, ഈ പാടുമൊക്കെ ആയിട്ട് ഞാൻ അങ്ങോട്ട് കയറി ചെന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് അത് സഹിക്കാനായിട്ട് പറ്റില്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴേക്കും അനി എനിക്ക് പ്രതികരിക്കാൻ മേലാത്ത അവസ്ഥയായി പോയി, നിൻ്റെ മുഖത്ത് ഒരാൾ കൈനീട്ടി അടിച്ചിട്ടുണ്ടെങ്കിൽ അത് ഞാൻ കണ്ടുകൊണ്ട് നിൽക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എന്നിങ്ങനെ ചോദിക്കും. അന്നേരം നീ അവിടെ പ്രതികരിച്ചില്ലായിരുന്നു പറയുമ്പോഴേക്കും നന്ദു പറയുന്നുണ്ട് എടാ എനിക്ക് അയാളോട് അങ്ങനെ പ്രതികരിക്കാൻ പറ്റില്ല, അങ്ങനെ പ്രതികരിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇവിടുന്ന് പുറത്താണ്, അയാൾ ഇവിടുത്തെ CI ആണെന്നുള്ള കാര്യം നിനക്ക് അറിയത്തില്ല എന്നിങ്ങനെ മനസ്സിലാക്കി ഇങ്ങനെ കൊടുക്കുവാണ് കേട്ടോ. എൻ്റെ പറയുന്നുണ്ട് നന്ദു അനി അങ്ങ് ഫോൺ വെക്കുന്നു. അന്നേരത്തേക്ക് ആകെ വിഷമിച്ച് ഇങ്ങനെ ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഇങ്ങനെ നിൽക്കുന്നത് നന്ദുവിനെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഈ ചാനൽ ഇഷ്ടപ്പെടുന്ന സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഓക്കെ ബൈ ബൈ.